കോയമ്പത്തൂരിൽ നിന്ന് വൈകുന്നേരത്തോടുകൂടി നാട്ടിലോട്ട് തിരിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് റൂട്ട് വച്ചങ്ങനെ പിടിച്ചു. ഏകദേശം ഒരു 15 മിനിറ്റ് യാത്ര ചെയ്തപ്പോഴാണ് വാളൻകുളം ബോട്ട് ഹൗസ് കണ്ടത്. പിന്നെ അവിടെ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? വൈകുന്നേരം ആയതുകൊണ്ട് ആളുകൾ ഇവിടുത്തെ പാർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താലോ? അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി. വാട്ടർ സൈക്കിള്, സ്പീഡ് ബോട്ട് തുടങ്ങി അങ്ങനെ മറ്റു പലതരം വെറൈറ്റി ബോട്ട് സർവീസൊക്കെ ഇവിടെ ഉണ്ടേ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻജോയ് ചെയ്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഇവിടെയുണ്ട്. തടാകത്തിന് ചുറ്റും ടൈലൊക്കെ പതിച്ച് നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. തടാകത്തിലെ ബോട്ട് സർവീസ് കാണാനായിട്ട് ഇതുപോലെയുള്ള വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. രാവിലെ നടക്കാൻ ഇറങ്ങുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് ഇത്. വൈകുന്നേരം ആയതുകൊണ്ട് കച്ചവടക്കാരൊക്കെ പലയിടങ്ങളിലായിട്ട് അവരുടേതായ സീറ്റ് പിടിക്കുന്നുണ്ട്. നമുക്കൊരു വെജ് സാലഡ് കഴിച്ചാലോ? കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സാലഡ് സർവ്വസാധാരണമാണ്, എല്ലായിടത്തും കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ എണ്ണപ്പലഹാരങ്ങളുടെ ഉത്സവം തന്നെയാണല്ലേ. എണ്ണപ്പലഹാരങ്ങളെക്കാൾ നല്ല ഫുഡാണ് ഇത്. വയറ് നിറയും, ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല താനും. ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ദൂരെ തടാകത്തിനപ്പുറത്തായിട്ട് റെയിൽവേയും ഹൈവേയും ഒക്കെ കാണാം. ഇതാ കണ്ടില്ലേ, ഒറ്റ ഫ്രെയിമിൽ 3 ഗതാഗത സംവിധാനങ്ങൾ. ഒന്ന് ബോട്ടിങ്, പിന്നെ റെയിലും റോഡും. ഒരു ഫ്ലൈറ്റും കൂടി ഫ്രെയിമിൽ പറന്നു വന്നാൽ സംഗതി സെറ്റാണ്. കണ്ടില്ലേ, സൂര്യൻ്റെ വെളിച്ചം മേഘങ്ങൾക്കിടയിലൂടെ ടോർച്ചടിക്കുന്നത് പോലെ തോന്നില്ലേ? ഒരു മനോഹരമായിട്ടുള്ള ഫ്രെയിം. അങ്ങനെ എന്തായാലും കോയമ്പത്തൂരിനോടും ടാറ്റാ ബൈ.